നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനയാത്രയ്ക്കായി പറന്നുയരുന്നതിന് മുൻപ് തന്നെ എല്ലാ രീതിയിലുള്ള സുരക്ഷാ മുൻകരുതലുകൾ എടുക്കാറുണ്ട്. നിരവധി തവണയാണ് വിമാനത്തിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ തകരാറുണ്ടോ എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കാറുള്ളത്. എന്നിട്ടും അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്, വിമാനം ഇപ്പോൾ പറന്നുയർന്ന അതിനുശേഷം അല്പസെക്കൻഡുകൾ കഴിയുമ്പോൾ തന്നെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടെങ്കിൽ വിമാനം ഉടൻ തന്നെ പറക്കൽ നിർത്തി അത് ലാൻഡ് ചെയ്യാറുണ്ട്. അത്തരത്തിലുള്ള സംഭവങ്ങൾ നിരവധി തവണ റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇപ്പോഴിതാ പറന്നുയരുന്നതിന് തൊട്ടു മുൻപ് വിമാനത്തിന്റെ എഞ്ചിന് തീ പിടിച്ചു. ഉടനടി യാത്രക്കാരെയും ജീവനക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കി. അതുകൊണ്ട് തന്നെ ഒരു വലിയ അപകടമാണ് ഒഴിവാക്കാനായത്. കഴിഞ്ഞ ദിവസം രാവിലെ 8:30 ജോർജ് ബുഷ് ഇന്റർ കോണ്ടിനെന്റൽ വിമാനത്താവളത്തിലായിരുന്നു സംഭവം. 100-ലധികം യാത്രക്കാരുമായി ഹൂസ്റ്റണിൽ നിന്ന് ന്യൂയോർക്കിലേക്ക് പുറപ്പെടാനൊരുങ്ങിയ യുണൈറ്റഡ് എയർലൈൻസിന്റെ വിമാനത്തിന്റെ എഞ്ചിനാണ് തീ പിടിച്ചത്. പറന്നുയരുന്നതിന് തൊട്ടു മുൻപാണ് എഞ്ചിനുകളിൽ ഒന്നിന് തീ പിടിച്ചെന്ന വിവരം ക്രൂവിന് ലഭിക്കുന്നതെന്നും റൺവേയിൽ ഇരിക്കെ തന്നെ ഉടൻ ടേക്ക് ഓഫ് നിർത്തിയെന്നും എയർലൈൻ കമ്പനി പ്രസ്താവനയിൽ അറിയിച്ചു. സംഭവത്തിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. ഒരു വലിയ അപകടമാണ് ഒഴിവാക്കാനായിട്ട് സാധിച്ചത്. ഇതിൽ എഞ്ചിനുകളിൽ ഒന്നിൽ നിന്ന് തീയും പുകയും പുറത്തേക്ക് വരുന്നത് കാണാം. ഭയചകിതരായ യാത്രക്കാർ വിമാനത്തിൽ നിന്ന് തങ്ങളെ പുറത്തിറക്കാൻ ആവശ്യപ്പെടുന്നതും കേൾക്കാം. വിമാനത്തിലുണ്ടായിരുന്ന 104 യാത്രക്കാരെയും സുരക്ഷിതമായി പുറത്തിറക്കിയെന്നും ആർക്കും പരിക്കുകളില്ലെന്നും അന്തർദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഇവർക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷമുള്ള മറ്റൊരു വിമാനം യാത്രയ്ക്ക് ഒരുക്കി കൊടുക്കുകയും ചെയ്തു. അമേരിക്കയിലാണെങ്കിൽ ഏറ്റവും വലിയൊരു ആകാശ ദുരന്തമാണ് കഴിഞ്ഞ ആഴ്ചയിൽ സംഭവിച്ചത്. വാഷിംഗ്ടണിന് സമീപം റൊണാൾഡ് റീഗൽ ദേശീയ വിമാനത്താവളത്തിൽ ഇറങ്ങവെ യാത്രാ വിമാനവും സൈനിക കോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മരിച്ച 67 പേരാണ് ഇത്തരത്തിൽ അപകടത്തിൽ മരിച്ചത്. അതിൽ 40-ലേറെ പേരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്തു. വിമാനത്തിലുണ്ടായിരുന്ന 64 പേരും കോപ്റ്ററിലുണ്ടായിരുന്ന 3 സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. യാത്രാ വിമാനത്തിൽ 60 യാത്രക്കാരും 4 ജീവനക്കാരും ഹെലികോപ്റ്ററിൽ 3 സൈനികരുമാണ് ഉണ്ടായിരുന്നത്. ആകാശത്ത് വെച്ചുണ്ടായ കൂട്ടിയിടിക്ക് പിന്നാലെ വിമാനവും കോപ്റ്ററും തൊട്ടടുത്തുള്ള പോട്ടോമാക് നദിയിൽ വീഴുകയായിരുന്നു. കൻസാസിലെ വിജിതയിൽ നിന്ന് വരികയായിരുന്ന വിമാനം എങ്ങനെയാണ് കൂട്ടിയിടി ഉണ്ടായത് എന്നതിൽ ഔദ്യോഗിക വിശദീകരണം വന്നിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിനായി നിരവധി മുങ്ങൽ വിദഗ്ധരും കോപ്റ്ററുകളും എത്തി. എല്ലാവരെയും കണ്ടെടുക്കുമെന്ന് മാത്രമാണ് കൊളംബിയ ജില്ലാ മേയർ മുരിയൽ ബൗസർ വ്യാഴാഴ്ച രാവിലെ വിമാനത്താവളത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അതിനുശേഷം 6 പേരുമായി പറക്കുകയെന്ന ചെറു വിമാനം വടക്കു കിഴക്കൻ ഫിലാഡൽഫിയയിലെ ഷോപ്പിംഗ് സെന്ററിന് സമീപം തകർന്നു വീണിരുന്നു. ലിയാജെറ്റ് 55 വിഭാഗത്തിൽപ്പെടുന്ന ചെറു വിമാനം നഗരത്തിലെ ജനവാസ കേന്ദ്രത്തിന് സമീപത്താണ് തകർന്നു വീണതെന്ന് ഫിലാഡൽഫിയ സിറ്റി അധികൃതർ വ്യക്തമാക്കി. തിരക്കേറിയ റോഡിന് സമീപത്തായി വീണ വിമാനം പൊട്ടിത്തെറിക്കുന്ന വീഡിയോ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. നോർത്ത് ഈസ്റ്റ് ഫിലാഡൽഫിയ എയർപോർട്ടിൽ നിന്നും സ്പ്രിംഗ് ഫീൽഡ് എയർപോർട്ടിലേക്കായിരുന്നു വിമാനത്തിന്റെ യാത്ര. അതിനിടയിലായിരുന്നു അപകടം സംഭവിച്ചത്. ഏതായാലും ഇപ്പോൾ വിമാനത്തിന്റെ എഞ്ചിന് തീപിടിച്ച് വിമാനം പെട്ടെന്ന് തന്നെ ലാൻഡ് ചെയ്യുകയായിരുന്നു. അല്ലെങ്കിൽ വലിയൊരു ദുരന്തം തന്നെ വീണ്ടും കാണേണ്ട അവസ്ഥ ഉണ്ടാകുമായിരുന്നു.